ശ്രീ സന്ദീപ് സേനൻ, താങ്കളുടെ ശ്രദ്ധയിലേക്ക് ശ്രീ മോഹൻലാൽ അല്പസമയം മുമ്പ് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അത് ശ്രീ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റാണ്. നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാം, അതായത് ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചുകൊണ്ടുള്ളതാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ പിന്നിലുള്ളവർ ആരൊക്കെയാണ് എന്ന് വെളിപ്പെടുത്തുവാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. അവര് മുന്നിലും പിന്നിലും ഉള്ള ആൾക്കാർ തന്നെയല്ലേ. ആന്റണി പെരുമ്പാവൂർ എപ്പോഴും ആന്റണി പെരുമ്പാവൂരിന്റെ പിന്നിൽ എന്നും അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. അതിപ്പോ ഒരു പുതിയ കാര്യമല്ലല്ലോ, അതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിരിക്കാം. അല്ല, അങ്ങനെയല്ലല്ലോ. അതിനെ ആ രീതിയിൽ ലഘൂകരിച്ചാണോ താങ്കൾ കാണുന്നത്? ജി സുരേഷ് കുമാർ എന്ന നിങ്ങളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ്, മലയാളത്തിലെ പ്രമുഖനായ നിർമ്മാതാവ്, അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനമായിരുന്നു ശ്രീ ആന്റണി പെരുമ്പാവൂർ ഉന്നയിച്ചത്. അതിന്റെ ചുവട് പിടിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യക്തിപരമായിട്ട് പോലും ജി സുരേഷ് കുമാറിന്റെ കുടുംബത്തെ പോലും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളായിരുന്നു. അപ്പോൾ മോഹൻലാൽ ഇതേ പോസ്റ്റ് തന്നെ ഷെയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായ പിന്തുണ ആന്റണി പെരുമ്പാവൂരിന് നൽകുകയാണ്. അത് ഇത്ര ലഘൂകരിച്ചാണോ താങ്കൾ കാണുന്നത്? മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം എന്നുള്ള വ്യക്തി, അദ്ദേഹം എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ, അദ്ദേഹം എന്ന് പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ്, അദ്ദേഹത്തിന്റെ ഒത്തുചേർന്ന് നിർമ്മിക്കുന്നതാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ. അവർ തമ്മിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിന്റെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ സംഘടനയായിട്ട് തീരുമാനിക്കും എന്താണ് അദ്ദേഹത്തിന് അത് അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പിന്തുണയ്ക്കട്ടെ. ഇനിയിപ്പോ നമുക്കിപ്പോ ഒരാൾ പിന്തുണയ്ക്കരുത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ലെ, ആന്റണി പെരുമ്പാവൂർ ജി സുരേഷ് കുമാറിനെതിരെ അത്രയും കാര്യങ്ങൾ പറഞ്ഞത് അത് അപക്വമാണ് എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ലല്ലോ? 100% അപക്വമാണ്. അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ അതിനെ പിന്തുണയ്ക്കുന്നതോ? അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ. അതും അപക്വമല്ലേ? അത് അപക്വമാണോ എന്നുള്ളത് ഞാൻ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരാളുടെ വ്യക്തിപരമായിട്ട് മറ്റൊരാൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഞാൻ ആന്റണി പെരുമ്പാവൂരാണ് ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ചെയ്ത കാര്യമാണ് അപക്വം എന്ന് ഞാൻ പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ മെന്ററായിട്ടുള്ള ശ്രീ മോഹൻലാൽ സർ, അദ്ദേഹം അത് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരാളോട് പേഴ്സണലി തോന്നുന്ന ഒരു താല്പര്യം കൊണ്ടാവാം, എന്ത് വേണമെങ്കിലും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ചോദിച്ചതുപോലെ താങ്കൾ ഇട്ട ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, ആദരണീയനായ ശ്രീ സുകുമാർ അഴീക്കോടിന്റെ ഫോട്ടോ, അത് 100% കൃത്യമാണെന്നും താങ്കളുടെ നിരീക്ഷണം ശരിയാണെന്നും ഇത് വെളിവാക്കുകയാണ്. ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുകയാണ്. മോഹൻലാൽ നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാമെന്നാണ് മോഹൻലാൽ പറയുന്നത്. അതായത് ആന്റണി പെരുമ്പാവൂരിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് മോഹൻലാൽ. മലയാള സിനിമയിൽ നിർമ്മാതാക്കളുടെ സംഘടനയും താരങ്ങളും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നതിന്റെ ഒരു സൂചന കൂടിയാണ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യുന്നത്. ആന്റണി പെരുമ്പാവൂരിന്റെ പിന്നിൽ ആര് എന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ജി സുരേഷ് കുമാർ പോലും അദ്ദേഹം പിന്നീട് പറഞ്ഞത് ആന്റണി പെരുമ്പാവൂരിന്റെ പിന്നിൽ ആളുകളുണ്ട് എന്നാണ്. ആന്റണി പെരുമ്പാവൂർ ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനം അല്ല എന്ന നിലപാടാണ് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കും ഉള്ളത്. ആ സമയത്താണ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്താണോ ആന്റണി പെരുമ്പാവൂർ ജി സുരേഷ് കുമാറിനെതിരെ, നിർമ്മാതാക്കളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റായ ജി സുരേഷ് കുമാറിനെതിരെ പറഞ്ഞിരിക്കുന്നത്, അതിനെ മോഹൻലാൽ പിന്തുണയ്ക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മലയാള സിനിമയിൽ താരങ്ങളും നിർമ്മാതാക്കളും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. നിർമ്മാതാക്കളുടെ സംഘടനയെ പിളർത്തുവാനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. ശ്രീ സന്ദീപ് സേനൻ, ഈ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. അല്ല, ഞാൻ പറയുന്നത് വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് ആവാം. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, നിങ്ങൾക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ഞങ്ങൾ ഇതിനെ അദ്ദേഹത്തിന്റെ അവര് ഒരുമിച്ച് ഉള്ളവരാണ്. അദ്ദേഹത്തിന്റെ ശ്രീ ആന്റണി പെരുമ്പാവൂരിന്റെ ഒരു മെന്റർ തന്നെയാണ് ശ്രീ മോഹൻലാൽ സർ. അപ്പൊ അദ്ദേഹം അങ്ങനെ പിന്തുണച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം. അപ്പം അതെല്ലാം അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങളിത് സംഘടനാ തലത്തിൽ മാത്രമാണ് ഇതിനെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെ വൈകാരികമായിട്ടോ വ്യക്തിപരമായിട്ടോ ഇതിനെ കാണാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഒരു സംഘടന എന്നുള്ള രീതിയിൽ ഒരു സംഘടനയുടെ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് ഒരു നിർമ്മാതാവ് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തമായി അതിന്റെ ഒരു പത്രക്കുറിപ്പ് ഞങ്ങൾ വിട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു സംഘടനാ ഭാരവാഹി എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ വന്നിരുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ അത് ഒരു അങ്ങനെ ഒരു പോസ്റ്റ് വന്നു. അത് തീർച്ചയായിട്ടും അത് ഭാവിയിൽ ചർച്ച ചെയ്യേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കും, ഇല്ലെങ്കിൽ ശരി. ഷിബു സുശീൽ, താങ്കളുടെ അഭിപ്രായം കൂടി ഈ കാര്യത്തിൽ. നമ്മളിപ്പോൾ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോഹൻലാലിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. താങ്കളുടെ പ്രതികരണം? മോഹൻലാൽ സാറിന് ആന്റണി ചേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടത് ഷെയർ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. അത് നേരത്തെ പൃഥ്വിരാജും ഷെയർ ചെയ്തതാണ്. അപ്പോൾ
അവർ തമ്മിലുള്ള ഒരുമിച്ചൊരു പടം, വലിയൊരു പ്രോജക്റ്റ്, മലയാള സിനിമയിൽ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അത് കാലങ്ങളായിട്ടുള്ള അവരുടെ ബന്ധവും അത്രത്തോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ അതിനൊക്കെ ഇപ്പോൾ തൽക്കാലം കണ്ടാൽ മതി. മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇതിനെ വലിച്ചഴച്ച് കൊണ്ടുപോകണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ഇതിനേക്കാൾ വേണ്ട കാര്യങ്ങൾ, സിനിമയെ മുന്നോട്ട് നന്നായി നടത്തിക്കൊണ്ടുപോകുക എന്നുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി, ശ്രീ ഷിബു സുശീലൻ, ശ്രീ സന്ദീപ് സേനൻ, ശ്രീ വിനു കിരിയത്ത്, ശ്രീ എം അരുൺ ചർച്ചയിൽ പങ്കെടുത്തതിന്